നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ പാലക്കാട് ജില്ലയിലെ ആദ്യ റീച്ച് നിർമ്മാണം മാർച്ചിൽ ആരംഭിക്കുമെന്ന് കേരള റോഡ്സ് ഫണ്ട് ബോർഡ് അധികൃതർ അറിയിച്ചു. 2 വർഷമാണ് കരാർ കാലാവധി. 5 റീച്ചുകളിലായാണ് ജില്ലയിൽ പ്രവൃത്തി പൂർത്തീകരിക്കുക. ആദ്യ റീച്ച് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കുമരമ്പത്തൂർ ചുങ്കത്താണ് അവസാനിക്കുക. മാർച്ചിൽ ആരംഭിക്കാനിരിക്കുന്ന പ്രവൃത്തിയുടെ നടപടിക്രമങ്ങൾ ത്വരിതഗതിയിലാണ്. സ്ഥലപരിശോധന നടത്തിയ ശേഷം കഴിഞ്ഞ ദിവസം കിഫ്ബി, കേരള റോഡ് ഫണ്ട് ബോർഡ്, കരാർ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവരുടെ യോഗം മണ്ണാർക്കാട് PWD റെസ്റ്റ് ഹൗസിൽ ചേർന്നിരുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും മറ്റും അവലോകനം ചെയ്താണ് മാർച്ച് മാസം തുടക്കത്തിൽ നിർമ്മാണം ആരംഭിക്കുന്നതിന് ധാരണയായത്. ഇതിനു മുന്നോടിയായി കരാർ കമ്പനി നടത്തിവരുന്ന സർവേയുടെ റിപ്പോർട്ട് ഫെബ്രുവരി പകുതിയോടെ കേരള റോഡ് ഫണ്ട് ബോർഡിന് സമർപ്പിക്കും. ഇത് പരിശോധിച്ച് അനുമതി നൽകുന്ന പ്രകാരമാകും പ്രവൃത്തികൾ ആരംഭിക്കുക. കഴിഞ്ഞ മാസമാണ് ആദ്യ റീച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പുവച്ചത്. തുടർന്ന് സർവേ ഉൾപ്പെടെയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. 2 വർഷമാണ് കരാർ കാലാവധി. 5 റീച്ചുകളിലായാണ് ജില്ലയിൽ പ്രവൃത്തി പൂർത്തീകരിക്കുക. ആദ്യ റീച്ച് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കുമരമ്പത്തൂർ ചുങ്കത്ത് അവസാനിക്കും. ഇവിടെ നിന്നും പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ചേർന്ന താണാവ് വഴി പാലക്കാട് തൃശൂർ ഹൈവേയിലെത്തും. തുടർന്ന് പാറ പൊള്ളാച്ചി റോഡ് വഴി ഗോപാലപുരത്ത് എത്തിച്ചേരും. ഗോപാലപുരത്ത് നിന്നും കന്നിമാരിമേട് വരെയാണ് മലയോര ഹൈവേയുടെ 2ാം റീച്ച് നിർമ്മിക്കുക. കന്നിമാരിമേടിൽ നിന്നും നെടുമണി വരെ 3ാം റീച്ചും, പനങ്ങാട്ടിരിയിൽ നിന്നും വിത്തനശ്ശേരി വരെ 4ാം റീച്ചും, അയിനമ്പാടത്ത് നിന്നും വടക്കഞ്ചേരി തങ്കം ജംഗ്ഷൻ വരെ 5ാം റീച്ചും നിർമ്മിക്കും. മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരമ്പാറയിൽ നിന്നും അലനല്ലൂർ കോട്ടോപ്പാടം വഴി കുമരമ്പത്തൂർ ചുങ്കം വരെ 18.1 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ആദ്യ റീച്ചിൻ്റെ നിർമ്മാണത്തിനായി 91.4 കോടിയാണ് ചെലവഴിക്കുന്നത്. നിലവിലെ കുമരമ്പത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയാണ് മലയോര ഹൈവേയായി വികസിക്കുക. അലനല്ലൂർ കോട്ടപ്പാടം ടൗണുകൾക്ക് പുറമെ പ്രധാന ജംഗ്ഷനുകളായ ഭീമനാട്, മേലെ അരിയൂർ ഉൾപ്പെടെ 10ഓളം ഇടങ്ങളിൽ കൈവരികളോടുകൂടിയ നടപ്പാതയുണ്ടാകും. പാതയുടെ അരികിൽ ടൈലുകൾ വിരിക്കും. യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ബസ് ബേയും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഒരുക്കും. അഴുക്കുചാലിന് മുകളിൽ സ്ലാബിട്ടാണ് നടപ്പാത സംവിധാനം ഒരുക്കുക. നിരവധി വളവുകളുള്ള പാതയിൽ സാധ്യമായ സ്ഥലത്തെല്ലാം വളവുകൾ നിവർത്തി സുഗമമായ ഗതാഗതം സാധ്യമാകുന്ന തരത്തിലാണ് റോഡ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, അലനല്ലൂർ. ഫോൺ 04924 262 427.